ശ്രീമദ് ഭാഗവതം ക്ലാസ് 70. നമ്മളിന്ന് നോക്കുന്ന സ്കന്ധം 4 അധ്യായം 8. ഇത് ധ്രുവോപാഖ്യാന പ്രാരംഭമാണ്. അതായത് ധ്രുവനെ പറ്റിയാണ്. ധ്രുവൻ ആണെന്ന് വെച്ചാൽ നമുക്കറിയാം, ആകാശത്തിലെ ഒരു നക്ഷത്രമാണ് ധ്രുവ നക്ഷത്രം. അപ്പം ധ്രുവ നക്ഷത്രം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിയായിട്ട് ആ ധ്രുവ നക്ഷത്രം ഉണ്ടായ അതിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ ഒരു കഥരൂപത്തിൽ വിവരിക്കുന്നത്. അപ്പം ധ്രുവൻ എന്നത് ഒരു കുട്ടിയായിട്ടെല്ലാം കഥയിൽ ചിത്രീകരിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അത് ആ ധ്രുവ നക്ഷത്രം ഉണ്ടാകുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞത് മാത്രമാണ് കഥരൂപത്തിൽ. നമുക്കറിയാം, ഗംഗാ നദിയെല്ലാം ഗംഗാദേവിയായിട്ടെല്ലാം സുന്ദരിയായ സ്ത്രീയായിട്ടെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട് കഥയിൽ. അപ്പോൾ ആ തരത്തിൽ തന്നെ ഇതിനെ കണ്ടുകൊള്ളണം. ആ തരത്തിൽ കണ്ടുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം. ഇപ്പോൾ ഒന്നാമത്തേതിൽ മൈത്രേയൻ പറയുകയാണ്. ഒന്നിൽ മൈത്രേയൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മാവിൻ്റെ ചില പുത്രന്മാരെല്ലാം, ഉദാഹരണമായിട്ട് സനകാദികൾ, നാരദൻ, ഭൃഗു, ഹംസൻ, അരുണി, യതി എന്നിവരൊന്നും ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാതെ ഒരു വിവാഹനം ചെയ്ത് അത് വംശവർദ്ധനയില്ലാതെ, അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചില്ല, അതായത് കല്യാണമൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് വംശപരമ്പര അവരിലൂടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അവരെന്ത് പറയുന്നത്, നൈഷ്ഠിക ബ്രഹ്മചാരികളായ എന്ന് പറയുന്നത്. അവരെല്ലാം നൈഷ്ഠിക ബ്രഹ്മചാരികളായിട്ട് കഴിഞ്ഞു. ഇനി രണ്ടിലൂടെ അധർമ്മ മൂർത്തികളുടെ വംശപരമ്പര പറയുകയാണ്. അതായത് അധർമ്മങ്ങൾ എല്ലാം ദ്വയമായിട്ടാണല്ലോ സൃഷ്ടിച്ചത്. അതിൽ ധർമ്മമുണ്ട്, അധർമ്മമുണ്ട്. ആ സ്വഭാവവിശേഷങ്ങൾ ഉണ്ടായത്, അധർമ്മം എന്ന സ്വഭാവവിശേഷം ഉണ്ടായത്, അതിൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലായിട്ട് ചിലവരെ, അധർമ്മത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലായിട്ട് ചിലതിനെ പറയുകയാണ്. അതെങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുകയാണ്. ഇതൊന്നും വ്യക്തികളായിട്ട് കാണരുത്. ഇതെല്ലാം ഓരോ സ്വഭാവവിശേഷങ്ങൾ, പ്രകൃതിയിലുള്ള പൊതുവായ ഒരു സ്വഭാവവിശേഷങ്ങളെയാണ്. അതിൽ അധർമ്മമുണ്ട്, ധർമ്മമുണ്ട്. ആ അധർമ്മത്തിൻ്റെതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം ഈ അധർമ്മമൂർത്തിയുടെ ഭാര്യയാണ് വൃഷ. അപ്പോൾ അധർമ്മത്തിൻ്റെ ഭാര്യയായിട്ട് വൃഷ എന്നവളെ ചിത്രീകരിച്ചുകൊണ്ട് പറയുകയാണ്, അവരിലൂടെ ദമ്പം എന്ന ഒരു പുത്രനെയും, ദമ്പം എന്ന പുത്രൻ എന്ന് പറയുമ്പോൾ പരന്മാരുടെ പരവഞ്ചന, മറ്റുള്ളവരെയെല്ലാം വഞ്ചിക്കാനുള്ള ഒരു സ്വഭാവമാണ് ദമ്പ എന്ന ഒരു പുത്രനെ കൊണ്ട് ചിന്തിക്കുന്നത്. പിന്നെ ഒരു മായ എന്ന അതിൻ്റെ പ്രവൃത്തി, അതായത് വഞ്ചന ഏത് രൂപത്തിലാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവൃത്തിയാണ് മായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ അധർമ്മമൂർത്തിക്ക് മൃഷ എന്ന ഭാര്യയിൽ ദമ്പ എന്നൊരു പരവഞ്ചകനായ പുത്രനും, മറ്റുള്ളവരെയെല്ലാം വഞ്ചിക്കുന്ന ഒരു പുത്രനും, അതിൻ്റെ പ്രവൃത്തിയായ മായ എന്ന ഒരു പുത്രിയും ജനിച്ചു. എന്നിട്ട് സന്താനമില്ലാത്ത നിര്യതിക്ക് സന്താനമൊന്നുമില്ല, അത് മരണത്തിൻ്റെ ദേവതയാണ്. ഇവരെ സ്വീകരിച്ചു. അപ്പോൾ മരണത്തിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ പരവഞ്ചനയും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനുഷ്യനെ മരണത്തോടെയാണ് അടുപ്പിക്കുന്നത് എന്ന് സാരം. അതായത് നിര്യതി എന്നതിനെ മരണദേവതയായിട്ട്, അപ്പം മരണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയായിട്ട് നിര്യതിയെ കാണണം. നമ്മളെല്ലാം മരിക്കുന്നതിന് പിന്നിൽ, എല്ലാ കർമ്മത്തിന് പിന്നിൽ ഒരു പ്രേരക ശക്തി ഉണ്ടല്ലോ, അതാണ് നിര്യതി. അവളാണ് ഇവരെ സ്വീകരിച്ചത്. എന്നിട്ട്
ഇവരെ ഭാര്യ മകനും മകളും തന്നെയാണെങ്കിൽ അവർ ദമ്പതികളായിട്ട് ജനിച്ചവരാണ്. അല്ലാതെ സഹോദരി സഹോദരന്മാരെ എന്ന നിലയിൽ എടുക്കരുത്. ഇതെല്ലാം ദമ്പതികളാണ്. അപ്പോൾ 3 പറയുന്നു, ദമ്പ മായാവതികളിൽ ലോഭം എന്നവൻ ഉണ്ടായി. അപ്പം ദമ്പ മായാ ദമ്പതികളിൽ അത് പരവഞ്ചനയും അപ്രവൃത്തിയിലൂടെയും എന്തുണ്ടായ ലോഭം എന്ന പുത്രനുമുണ്ടായി. ലോഭം എന്താണെന്നറിയാം. നികൃതി എന്ന പുത്രിയും ഉണ്ടായി. അവരും ദമ്പതികളായിട്ട് ജനിച്ചതാണ്. അപ്പം ലോഭത്തിൽ നിന്നും നികൃതിയിൽ നിന്നും ക്രോധം എന്ന പുത്രനും, ഇപ്പം ലോഭവും നികൃതിയും ചേരുമ്പോൾ ക്രോധം ഉണ്ടാകും. ക്രോധം എന്ന പുത്രനും ഹിംസ എന്ന പുത്രിയും ഉണ്ടാകും. അപ്പം ക്രോധം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഹിംസയും ഉണ്ടാകും. ക്രോധം വരുമ്പോഴാണല്ലോ എന്തോ കുഴപ്പം ചെയ്യുന്നത്. അപ്പം ക്രോധത്തിൻ്റെ പുത്രനും എന്ന പുത്രനും ഹിംസ എന്ന പുത്രിയും ഉണ്ടായി. അപ്പം ഇതെല്ലാം നമ്മിലുള്ള വിചാരങ്ങളാണ്. അല്ലാതെ ഇവിടെ ക്രോധം എന്നൊരു പുത്രനുണ്ടായി, കയ്യും കാലുമുള്ള പുത്രനുണ്ടായി, ഹിംസ എന്ന പുത്രി ഉണ്ടായി എന്നൊന്നും ചിന്തിച്ചു പോകരുത്. ഇത് ഇവർ സഹോദരി ഒരാൾ തെറ്റതാണല്ലോ, മകൻ സഹോദരനും സഹോദരിയാണ്, ഇവർ കല്യാണം അങ്ങനെയല്ല, ദമ്പതികളായിട്ട് ജനിച്ചു പോയി എന്നാണ് പറയുന്നത്. കഥയിൽ പറയുമ്പം അങ്ങനെയെല്ലാം പറയുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വാദിക്കാം അതെല്ലാം സഹോദരി സഹോദരന്മാരല്ലേ ഇങ്ങനെ കല്യാണം, ആ തരത്തിലൊന്നും പറയാം. അതുകൊണ്ട് ദമ്പതികളായിട്ട് ജനിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണത്? ക്രോധത്തിൽ നിന്നും ഹിംസയും ഉണ്ടാകുന്നു. എൻ്റെ അവരിൽ രണ്ടിൽ നിന്നും അവരിൽ നിന്നും ക്രോധത്തിൽ നിന്നും ഹിംസയിൽ നിന്നും എന്തുണ്ടായി? കലി എന്ന പുരുഷനും ദുരുക്തി എന്ന സ്ത്രീയും ജനിച്ചു. അതും സഹോദരി സഹോദരന്മാരാണെങ്കിലും ദമ്പതികളാണ് ജനിച്ചത്. ദുരുക്തി എന്ന് പറയുമ്പോൾ വളരെ പരുഷമായ സംസാരങ്ങളെല്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ 4 പറയുകയാണ്, കലിയിലൂടെയും ദുരുക്തിയിലൂടെയും ഭയം എന്ന പുരുഷനും മൃത്യു എന്ന സ്ത്രീയും ഉണ്ടായി. അപ്പം അതും സഹോദരി സഹോദരന്മാരാണെങ്കിലും ദമ്പതികളായിട്ട് ജനിച്ചവരായിട്ട് കാണണം. അപ്പം ഭയം ഉണ്ടാകും. ഭയത്തിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടത്? മൃത്യുവിലേക്കല്ല അത് നയിക്കുന്നത്. അപ്പം ഭയവും മൃത്യുവും ഉണ്ടായി. ഇനി ഇവരിൽ നിന്നും ഭയത്തിൽ നിന്നും മൃത്യുവിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? യാതന എന്ന പുരുഷനും, യാതന എന്ന് പറയുമ്പോൾ കഷ്ടപ്പാടും ഇതെല്ലാം തന്നെ, പ്ലസ് നിരയൻ എന്ന നരകിക്കുന്ന അവസ്ഥ. നിരയൻ എന്ന പുരുഷനും യാതന എന്ന സ്ത്രീ തിരിഞ്ഞുപോയി. നിരയൻ എന്ന പുരുഷനും യാതന എന്ന സ്ത്രീയും ഉണ്ടായി. നിരയൻ എന്ന പുരുഷൻ എന്ന് പറഞ്ഞാൽ നരകത്തിലുള്ള യാതനകൾ എന്നീ കുട്ടികളും ജനിച്ചു. ഇനി 5 അങ്ങനെ ധർമ്മത്തിൻ്റെ ദ്വയമായ അധർമ്മത്തിൻ്റെ വംശപരമ്പര ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയാണ്. ധർമ്മത്തിൻ്റെ ദ്വയം, അധർമ്മം എല്ലാം ദ്വയമായിട്ടാണല്ലോ ശ്രദ്ധിക്കുക. ഈ അധർമ്മത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞു. വംശപരമ്പര പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ കഥ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ മാലിന്യമെല്ലാം അകലും എന്ന് പറയുകയാണ്. മനുഷ്യനിൽ ഈ സ്വഭാവത്തിൽ ലോഭം, പിന്നെന്തെന്ന്, ക്രോധം, ഹിംസ, കലി, പരുഷവാക്കുകൾ, ഭയം, മൃത്യു, നരകം, ഇത്തരമെല്ലാം സ്വഭാവവിശേഷങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് മറ്റൊന്നിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കിയൊരു അവയെല്ലാം ബന്ധിപ്പിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇനി ആറിൽ പറയുന്നു, ശ്രീഹരിയുടെ അംശമായ ബ്രഹ്മാവിൻ്റെ പാതി ഉടലിൽ നിന്നും പിറവെടുത്ത
ശ്രീഹരിയിൽ നിന്ന് ബ്രഹ്മാവിലൂടെയാണ് സ്വയംഭൂമനു ഉണ്ടായത്. ഈ സ്വയംഭൂമനുവിൻ്റെ പുത്രവംശത്തെപ്പറ്റി ഇനി വിവരിക്കാമെന്ന് പറയുകയാണ്. ഇതിൻ്റെ 7 സ്വയംഭൂമനു ശതരൂപയും അവരിൽ സ്വയംഭൂമനു ഭാര്യ ശതരൂപയും പ്രിയംവദനും ഉത്താനപാദനും എന്നിവരിലൂടെ അപ്പം അവരിലുണ്ടായ 2 പേരാണ് പ്രിയംവദനും ഉത്താനപാദനും എന്നിവരുടെ വാസുദേവൻ്റെ കലയോടെ, വാസുദേവൻ എന്ന ഒരു കലാപരമായിട്ടാണ് ഈ സൃഷ്ടിക്രമം നടത്തിയിരിക്കുന്നത്. നമ്മൾ പാത്രങ്ങളെല്ലാം കലാകാരന്മാരുണ്ടാക്കുമല്ലോ, പ്രതിമകളല്ല, അതേമാതിരി ഒരു വാസുദേവൻ്റെ കലാരൂപത്തിലൂടെയാണ് ഈ ലോകത്തിൻ്റെ പരിപാലനത്തിനായിട്ട് ഇവരുണ്ടായത്. ആര്? പ്രിയംവദനും ഉത്താനപാദനും. അവരുടെ വാസുദേവൻ്റെ കലാപരമായ വാസനയിലൂടെയാണ് പ്രിയംവദനും ഉത്താനപാദനും ഉണ്ടായത്. അതിലൂടെയാണ് ഇനി പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ സൃഷ്ടികളുമെല്ലാം ഉണ്ടാകാൻ പോകുന്നത്. ഇനി ഉത്താനപാദനിലൂടെയാണ്. അപ്പം ഉത്താനപാദനം എന്നൊരു വ്യക്തിയായിട്ട് കാണരുത്, അതൊരു പ്രേരക ശക്തിയാണ്. എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷങ്ങളുണ്ട്. അങ്ങനെ ധ്രുവ നക്ഷത്രങ്ങളെല്ലാം ഉണ്ടായ അതിൻ്റെ പിന്നിലെ പ്രേരക ശക്തിയായിട്ട് ഉത്താനപാദനെ കാണണം. അപ്പം ഉത്താനപാദന് 2 ഭാര്യമാരുണ്ട്, സുനിതിയും സുരുചിയും. ഇപ്പോൾ രാജാവായിട്ട് ചിത്രീകരിക്കുകയാണ് ഉത്താനം 8. ഉത്താനപാദൻ്റെ 2 ഭാര്യമാരാണ് സുനിതിയും സുരുചിയും. അതിൽ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുരുചിയാണെന്ന് പറയുകയാണ്. അല്ലാതെ ആരല്ല? സുനീതി അല്ല. അവിടെയും സുനീതിയും സുരുചിയും. രുചി എന്നത് താല്പര്യം എന്ന അർത്ഥത്തിലെല്ലാം ആ പേരുകൾക്ക് ബന്ധം കൊടുത്തതായിട്ട് കാണാം. സുനീതി അതൊരു നീതിയായിട്ട് ബന്ധപ്പെട്ട്, അതായത് ധർമ്മിഷ്ഠയായവളെന്നും മറ്റേത് സുഖഭോഗ തൽപരത എന്നെല്ലാം വേണമെങ്കിൽ ചിന്തിക്കാം ആ പേരിലൂടെ തന്നെ. അതിലേക്കൊന്നും നമ്മൾ കിടക്കണ്ട, നമുക്ക് നേരിട്ടങ്ങ് കഥയിലേക്ക് പോകാം. അതിൽ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് സുരുചിയാണ്, അല്ലാതെ മറ്റവളല്ല. സുനീതിയുടെ പുത്രനാണ് ധ്രുവൻ. അപ്പം സുനിധിയുടെ പുത്രനായിട്ടാണ് ഈ ധ്രുവനായിട്ട് ചിത്രീകരിക്കാൻ പോകുന്നത്, ധ്രുവ നക്ഷത്രം. അപ്പം സുനിധിയിൽ ഉത്താനപാദൻ എന്ന പ്രേരക ശക്തി, അതിൻ്റെ ദ്വയമായ സുനീതിയിലൂടെയാണ്, ആ പ്രേരക ശക്തിയിലൂടെയാണ് ധ്രുവ നക്ഷത്രം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് 9 പിന്നെ ഒരു കഥ രൂപത്തിൽ പറയുകയാണ്. ഒരിക്കൽ സുരുചിയുടെ, അതായത് രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ പുത്രനായ ഉത്തമനെ രാജാവ് എന്ത് ചെയ്യാണ്, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട 2ാമത്തെ സുരുചിയുടെ പുത്രനായ ഉത്തമനെ മടിയിലിരുത്തിയിട്ട് രാജാവ് ഓമനിക്കുകയാണ്. അപ്പോൾ ധ്രുവൻ എന്ത് ചെയ്തു? 2ാമത്തവനുള്ള, അതായത് ആദ്യത്തവളുടെ, അതായത് സുനീതിയുടെ പുത്രനായ ധ്രുവൻ ഇത് കണ്ടിട്ട് അവന് ഒരാഗ്രഹം ഉണ്ടായ രാജാവിൻ്റെ മടിയിലിരുന്നിട്ട് തന്നെ ഓമനിക്കണം. അപ്പോൾ അവൻ കയറാൻ ശ്രമിച്ചപ്പോൾ രാജാവ് താല്പര്യം കാണിച്ചില്ല. അപ്പോൾ 10 പറയാണ്, ഊറ്റക്കാരിയായ സുരുചി, അവൾക്ക് ഭയങ്കര അഹങ്കാരമെല്ലാം ഉള്ളൊരു സാധനമാണ്. അവൾ അപ്രകാരം മടിയിലിരിക്കുവാൻ ശ്രമിക്കുന്ന കണ്ട ധ്രുവനോട് ഭർത്താവ് കേൾക്കത്തന്നെ പറഞ്ഞു, രഹസ്യമായിട്ടൊന്നും പറഞ്ഞല്ല, ഭർത്താവ് കേൾക്കത്തന്നെ പറയുകയാണ്. ഇതെല്ലാം കഥയിലൂടെ പൊടിക്കും തോന്നലും വെച്ച് പറയുകയാണ്. ഈ ധ്രുവ നക്ഷത്രം ഉണ്ടായതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. 11 ഉണ്ണിനി രാജാവിൻ്റെ മടിയിലേക്ക് രാജകുമാരനെങ്കിലും
നീ രാജകുമാരൻ തന്നെയല്ലാണ്, കാരണം ആ രാജാവിൻ്റെ ഭാര്യ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. രാജകുമാരനെങ്കിലും കൂടി കയറുവാൻ അർഹിക്കുന്നില്ല. നിനക്കതിനുള്ള അർഹതയൊന്നുമില്ല. കാരണം നീ എൻ്റെ ഗർഭത്തിലല്ല ജനിച്ചത്, നിന്നെ ഞാൻ പ്രസവിച്ചിട്ടില്ല. അപ്പം എന്നിലൂടെ പ്രസവിക്കുന്നവനെ അവിടെ ഇരിക്കാൻ അവകാശമുള്ളൂ. എന്നിട്ട് 12 പറയുന്നത്, അയ്യോ പാപമേ, മറ്റൊരുത്തിയുടെ വയറ്റിലാണ് നീ ഉണ്ടായതെന്നത് തീർച്ചയായിട്ടും നീ അറിഞ്ഞു വെച്ചിട്ടില്ല. നീ ഉണ്ടായിരിക്കുന്ന വേറെ ഒരു സ്ത്രീയുടെ വയറ്റിലാണ്. അത് നീ ശരിക്കും മനസ്സിലാക്കി വെച്ചിട്ടില്ലാന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ട് നിനക്ക് അർഹതയില്ലാത്ത കാര്യത്തിനാണ് നീ ശ്രമിച്ചത്. അതായത് വേറെവരുടെ വളർച്ചയിൽ പെട്ടെന്ന് രാജാവിൻ്റെ മടിയിൽ നിൽക്കാൻ യോഗമില്ല. എൻ്റെ കയ്യിൽ ജനിച്ചാൽ മാത്രമേ നിനക്ക് അതിനുള്ള അർഹതയുള്ളൂ. ഇത് 13 പറയാണ്, നീ രാജാസനം ആഗ്രഹിക്കുകയാണെങ്കിൽ, എനിക്കങ്ങനെ രാജാവിൻ്റെ മടിയിൽ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാജസിംഹാസനത്തിന് അവകാശിയായി വരണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ ഈശ്വരനെ തപസ് ചെയ്യും, എന്നിട്ട് അനുഗ്രഹം നേടിയിട്ട് എൻ്റെ ഗർഭപാത്രത്തിൽ വന്ന് ജനിക്കുക. എന്നാൽ എനിക്കവിടെ ഇരിക്കാം. ഇതിൻ്റെ 17 മൈത്രേയൻ പറയുകയാണ്, ഇത്തരം ചീത്ത വാക്കുകളെല്ലാം വടിയുടെ അടി കൊണ്ട സർപ്പം പോലെ അവൻ്റെ കാതിൽ തറച്ചപ്പോൾ അവന് കോപവും വന്നു, വിമ്മിഷ്ടവും വന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ വിട്ട് പെറ്റ അമ്മയുടെ അടുത്തേക്ക് പോയി. അതായത് സുനീതിയുടെ അടുത്തേക്ക് പോയി. എൻ്റെ 15 പറയുകയാണോ, അപ്പം സുനീതി ഇത് കണ്ടിട്ട് നെടുവെടുപ്പിട്ടുകൊണ്ടും പല്ലെല്ലാം കള്ളിച്ച് ദേഷിച്ച് വിറക്കുന്ന അവസ്ഥയിലും വന്നു ചേർന്ന പൈതലിനെ മടിയിൽ ഇരുത്തിക്കൊണ്ട് അവളെന്ത് പറഞ്ഞു, സപ്തനിയാൽ പറയപ്പെട്ട ഇതിനെക്കുറിച്ച്, സപ്തനി എന്ന് പറഞ്ഞാൽ അന്യസ്ത്രീ, രണ്ടാമത്തത് അന്യസ്ത്രീയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം സുരുചി അന്യസ്ത്രീയാണ്. അന്യസ്ത്രീയാൽ പറയപ്പെട്ട, ഭർത്താവിൻ്റെ ഭാര്യ തന്നെയാണ്, പറയപ്പെട്ടത് എല്ലാം അവനിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് സങ്കടം ഉണ്ടായി. എന്നിട്ട് 16 അവൾ പറയുകയാണ്, അവൾ എന്ത് ചെയ്തു, സുനീതി ദുഃഖമാർന്ന കാട്ടുതീയിൽ വെന്തെരിഞ്ഞ പൂ പോലെ അവൾ കടഞ്ഞു തീർത്തു എന്ന് പറയുകയാണ്. അവളവിടെ കിടന്ന് കരയാനല്ലേ പറ്റും. എന്നിട്ട് 17 പറയാണ്, അവൾക്ക് ദുഃഖത്തിൻ്റെ മറുകര കാണാൻ പറ്റാതെ നെടുവീർപ്പിട്ടുകൊണ്ട് കുട്ടിയോട് പറഞ്ഞു. അവൾക്ക് ദുഃഖത്തിൻ്റെ മറുകര കിടക്കാൻ പറ്റിയില്ല. എന്നിട്ട് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, മകനെ മറ്റുള്ളവരിൽ തെറ്റ് കാണരുത്. കാരണം നമ്മൾ മറ്റുള്ളവരിൽ തെറ്റ് കാണുന്നതിനൊന്നും അർത്ഥമില്ല. കാരണം എനിക്കിങ്ങനെയെല്ലാം ചിലരിൽ നിന്ന് കേൾക്കേണ്ടി വന്നല്ല. അതിൽ നീ അവരെ കുറ്റം പറയരുതെന്ന് ചെയ്യരുത്. അങ്ങനെ തെറ്റ് കാണിയൊന്നും വേണ്ട. കാരണം അന്യർക്ക് ദുഃഖമേകിയാൽ അത് അവർ തന്നെയാണ് അനുഭവിക്കുന്നത്. നമ്മൾ ആർക്കെങ്കിലും ദുഃഖം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അവർക്ക് തന്നെ കിട്ടിക്കൊള്ളും. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ബോധറിയേണ്ട ആവശ്യമില്ല. ഇത് 18 പറയാണ്, സൂര്യജ് പറഞ്ഞത് നേരാണ്. എന്നെ രാജാവ് ഭാര്യയെ കാണുവാൻ പോലും ലജ്ജിക്കുന്നു. അപ്പം സുനീതി പറയുകയാണ്, അവൾ പറഞ്ഞ കാര്യം ശരിയാണ്. രാജാവിന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ രാജാവിന് അവളോടാണ് ഇഷ്ടം. അപ്പം എന്നെ മഹാരാജാവ് ഭാര്യയെ കാണുവാൻ ലജ്ജിക്കുന്നു. ആ ഭാഗ്യം കെട്ട എൻ്റെ വയറ്റിലാണ് നീ ജനിച്ചത്. എൻ്റെ മുലപ്പാൽ കുടിച്ചാണ് നീ വളർന്നത്. അപ്പം രാജാവ് എന്നെ അംഗീകരിച്ചിട്ടില്ല, ലജ്ജിക്കുകയാണ്. പിന്നെ ആ വയറ്റിൽ ജനിച്ച കുട്ടി നിനക്കും അത് മാത്രമേ, ആ സ്ഥാനം മാത്രമേ കിട്ടുകയുള്ളൂ. മാതൃസപത്നി,
അതായത് മറ്റേ സ്ത്രീ പറഞ്ഞ സുരുചി പറഞ്ഞ കാര്യമാണെങ്കിലും സുരുചി എന്ത് പറഞ്ഞിട്ടുണ്ട്? നീ പോയി തപസ് ചെയ്തിട്ട് എൻ്റെ വയറ്റിൽ ജനിക്കാൻ വേണ്ടി. അപ്പം അത് പറഞ്ഞതാണെങ്കിൽ അവൾ പറഞ്ഞതാണെങ്കിലും അതിനെ നീ അനുഷ്ഠിക്കുക തന്നെ വേണം. നീ അത് തന്നെ ചെയ്യണം. കാരണം നീ വിഷ്ണുവിനെ തപസ് ചെയ്യണം. ഉത്തമനെ പോലെ രാജാസനത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാസുദേവനെ ഭജിക്കുക. അപ്പം ഉത്തമൻ മറ്റവളുടെ മകന് രാജാവിൻ്റെ മടിയിൽ എന്ന് പറഞ്ഞാൽ ഇനി രാജാവിൻ്റെ ഭരണം തന്നെ എന്ന നിലയിലും എടുക്കാം. ആ നിലയിൽ നിനക്കും ആകണമെങ്കിൽ ആ വാസുദേവനെ ആഗ്രഹിച്ചാൽ ഭജിച്ചാൽ മാത്രം മതി. എൻ്റെ 20 ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരാളുടെ പാദാംബുജത്തെ ഭജിച്ച ബ്രഹ്മാവ് മനപ്രയാസമെല്ലാം ഒഴിവാക്കിയത്. ബ്രഹ്മാവിനെ സൃഷ്ടി നടത്താൻ വയ്യാതെ അന്തം വിട്ടു നിൽക്കുമ്പോൾ പിന്നെ ആരെയാണ് ശരണം പ്രാപിച്ചത്? ആ ശ്രീഹരിയാണ് ശരണം പ്രാപിച്ചത്. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കാര്യം നടന്നു കിട്ടി. അത് നീ കേട്ടിട്ടില്ലേ എന്ന് പറയാണ്. ആ സംഭവം നീ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ നിന്റെ മുത്തച്ഛനായ 21 പറയുന്നതാണ്, മുത്തച്ഛനായ സ്വയംഭൂ മനുവിന് അയാളും അദ്ദേഹത്തെയാണ് ഭജിച്ചത്. എന്നിട്ട് ഐശ്വര്യത്തിലൂടെ സ്വയംഭൂ മനുവിന് എന്ത് കിട്ടി? നല്ല ഐശ്വര്യങ്ങളെല്ലാം കിട്ടി. അദ്ദേഹത്തെ ഭജിച്ചത് കൊണ്ട് യജ്ഞങ്ങളിലൂടെ അദ്ദേഹത്തിന് എന്ത് കിട്ടി? ഐശ്വര്യം കിട്ടി, സ്വർഗാദി സുഖങ്ങൾ കിട്ടി. അതേപോലെ തന്നെ അവസാനം മുക്തിയും പ്രാപിച്ചു. അപ്പം മോക്ഷവും പ്രാപിച്ചു. അതിനു മുമ്പിൽ നല്ല സ്വർഗസുഖമായ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു. അതുകൊണ്ട് പുത്രനോട് പറയുകയാണ് 22 അതുകൊണ്ട് നീയും നീ തിരുവടിയെ ആശ്രയിക്കുക. ആ സ്ത്രീയെ തന്നെ നീയും ആശ്രയിക്കുക. മനസ്സിൽ ആ പരമപുരുഷനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹത്തെ സേവിച്ചാൽ നിനക്കും നിന്റെ പ്രശ്നങ്ങളെല്ലാം സോൾവായി കിട്ടും. എന്നിട്ട് 23 വേറൊരു ഉദാഹരണം പറയാണ്. സാധാരണ ജനങ്ങൾ സുഖത്തിനായി നേടുന്ന മഹാലക്ഷ്മി പോലും സാധാരണ ജനങ്ങൾ സുഖത്തിനായി തേടുന്ന മഹാലക്ഷ്മി പോലും അദ്ദേഹത്തെയാണ് ആശ്രയിക്കുന്നത്. മഹാലക്ഷ്മിക്ക് പോലും എന്തോ കാര്യം നേടണമെങ്കിൽ അദ്ദേഹത്തെ ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ സാധാരണക്കാരനെല്ലാം കാര്യം നേടാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മിയെയാണ് ആശ്രയിക്കുന്നത്. ആ മഹാലക്ഷ്മി തന്നെ പോലും ആരെയാണ് ആശ്രയിക്കുന്നത്? ശ്രീഹരിയെയാണ് ആശ്രയിക്കുന്നത്. അപ്പം പിന്നെ നിനക്ക് വേറെ വഴിയൊന്നുമില്ല. നിനക്ക് പോയി ആശ്രയിക്കാനും അതേ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അങ്ങനെ 24 മൈത്രേയൻ പറയുകയാണ്, ഇത്തരത്തിൽ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കാര്യസാധ്യത്തിന് പറഞ്ഞ് ഉപദേശിച്ച ആ വഴി കേട്ടിട്ട് മനസ്സിനെ ഒതുക്കി. അവനും എന്താക്കി? മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ ഒളിപ്പിച്ച് അടക്കി വെച്ചുകൊണ്ട് അച്ഛൻ്റെ കൊട്ടാരത്തിൽ നിന്ന് നേരെ പുറത്തു. അപ്പോൾ ഈ നാരദന് ഇത് എത്താത്ത സ്ഥലമുണ്ടല്ലോ, എല്ലായിടത്തും നാരദൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലെ ഓരോ വഴിയിലേക്ക് തിരിച്ചു വിടുക്കുന്ന പ്രേരക ശക്തിയായിട്ട് കാണും. നമ്മൾ എങ്ങോട്ടേക്കാണോ പോകേണ്ടത് അതെല്ലാം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയത്തുമ്പോൾ നമുക്ക് പല വഴികൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു തോന്നി, ഇങ്ങോട്ട് പോയാലും അങ്ങോട്ട് പോയാലും നല്ല പല തോന്നലുണ്ടാകും. ആ സമയത്ത് നമ്മളെ ശരിയായ പോകേണ്ടതായ വഴികൾ അത് ഓൾറെഡി തീരുമാനിച്ചാണ്. ആ വഴിയിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ശക്തിയായിട്ട് നാരദൻ എന്ന പ്രേരക ശക്തിയെ കാണണം. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന ശക്തിയാണ് നാരദൻ. ഇപ്പം നമ്മൾ ഒരാളുമായിട്ട് അടിപിടി കൂടിയാണ്, നമുക്കൊന്ന് ഒരു അടി വെച്ച് കൊടുത്താലോ, അതേസമയം വേറൊരു ഇതേ വേണ്ട, അങ്ങനെ കയ്യൂക്ക് പ്രയോഗിക്കണം. പക്ഷെ ഇങ്ങനെ പല ആശയങ്ങൾ വരുമ്പോഴും നമ്മൾ പിന്നെ അവസാനം ഒന്ന് ചെയ്യും. അതാണ് ശരിയായ നമുക്ക് വിധിച്ച വഴി. ആ വഴി തോന്നിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് നാരദൻ. അത് കുഴപ്പത്തിലേക്കെല്ലാം ചിലപ്പോൾ കൊണ്ട് ചാടിക്കും.
അപ്പം ആ നാരദൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയുടെ തലയിൽ അനുഗ്രഹിച്ച ശേഷം പറഞ്ഞു. നാരദൻ തലയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അനുഗ്രഹിച്ച ശേഷം പറഞ്ഞു, 26 പറയാണ്, മാനക്കേട് പൊറുക്കുവാനാകാത്ത ക്ഷത്രിയൻ്റെ ഉൾക്കരുത്ത്. അപ്പം ക്ഷത്രിയരെന്നവർക്ക് എത്ര മാനക്കേടുണ്ടായാലും അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർക്ക് ഈ അഭിമാന പ്രശ്നമുണ്ട്. ക്ഷത്രിയരെന്ന് പറയുമ്പോൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ദേഷ്യം കൊണ്ട് അങ്ങനെ ഉള്ളിൽ ഒതുക്കും. അത് ആ ഉൾക്കരുത്ത്, അത്രയും ഒതുക്കി നിൽക്കാനുള്ള ഉൾക്കരുത്ത് അതിശയകരം തന്നെ എന്ന് പറയുകയാണ്. ഇപ്പം ക്ഷത്രിയർക്കാണ് ഈ മാനവും ഒരു അഭിമാന ക്ഷതയിലുണ്ടാവും. ഉള്ളിൽ നിന്ന് അതങ്ങനെ വീർത്തി നിൽക്കും, പൊട്ടിത്തെറിക്കില്ല. അപ്പം അത് അതിശയകരം തന്നെയാണ്. ഇതെങ്ങനെ ഇത്രയും ആ ദേഷ്യം ആ തരത്തിലാണ് ഇവനുള്ളത്. കാരണം കുട്ടിയായവൻ പോലും അവളുടെ വാക്കിൽ ചീത്ത വാക്കുകളെ അവൻ കേട്ട വാക്കുകളെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ടാണ് അവൻ നിൽക്കുന്നത്. ഈ പറഞ്ഞിട്ടുണ്ടായ ദേഷ്യമെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ട്. ചിറ്റമ്മ പറഞ്ഞ ദോഷങ്ങളെല്ലാം കോപമായിട്ട് ഉള്ളിൽ ഒതുക്കി അവൻ വെക്കുകയാണ്. എന്നിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? അമ്മ പറഞ്ഞ വഴിയിലൂടെ പോകുന്നത്. അപ്പോൾ ആ ഒതുക്കാനുള്ള ഒരു മനക്കരുത്ത് അത് ഭയങ്കരം തന്നെ എന്ന് പറയണം. അതായത് അത്രയും ദേഷ്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് അവനിപ്പം തപസ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിനല്ല, പ്രതികാരദാഹത്തിനാണ് അവൻ തപസ് ചെയ്യാൻ പോകുന്നത്. പ്രതികാരദാഹമല്ല, പ്രതികാരം ചെയ്യാനല്ല. അത്തരത്തിലുള്ളൊരു ദേഷ്യം, ആ ദേഷ്യം ഉള്ളിലുണ്ട്. എന്നാലും ഞാനും അതിനെക്കാട്ടി നല്ല സ്ഥലയിലെത്തണം എന്നുള്ളൊരു വാശി അത് ഉള്ളിലൊടുക്കിയിട്ടാണ്. അല്ലാതെ അവനപ്പം ഭൗതികവാദിയാണ്. അല്ലാതെ എല്ലാം ഉപേക്ഷിച്ച് വിരക്തി വന്ന പ്രത്യേകത അവനിലില്ല. വിരക്തിയല്ല അവനിലുള്ളത്, അവനുള്ള ദേഷ്യമാണ് അവനിൽ ഇങ്ങനെ പൊട്ടി നിൽക്കുന്നത്. അതാകട്ടെ ക്ഷത്രിയ സ്വഭാവവും ആണ്. എന്നിട്ട് 27 നാരദൻ പറയാണ് കുട്ടിയോട്, കുട്ടിക്കളി പോലും മാറാത്ത നിന്നിൽ അവമതിയും ബഹുമതിയും അതുമായിട്ടുള്ളത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പോൾ അവമതിയും ബഹുമതിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയം മാത്രമേ നിന്നിലിപ്പോൾ ഞാൻ കാണുന്നുള്ളൂ. മറ്റൊന്നും തന്നെ നിന്റെ കുട്ടിക്കളിയിലുള്ള കുട്ടികൾക്ക് അതൊന്നും മനസ്സിൽ വെച്ച് അടക്കേണ്ട കാര്യമില്ല. കുട്ടിപ്രായമാണ്. പക്ഷെ നിന്നിൽ കാണുന്നത് ഇപ്പോൾ അവമതിയും ബഹുമതിയുമാണ്. ബാക്കിയൊന്നും ഞാൻ നിന്നിൽ കാണുന്നില്ല. എന്നിട്ട് 28 പറയുകയാണ്, അവമതിയും ബഹുമതിയുമുള്ള മനുഷ്യർ, വലിയ മനുഷ്യർ, ഇവനെ കുട്ടിയിലെ തന്നെ അത് പ്രത്യക്ഷമായി. വലിയ മനുഷ്യരിൽ മനസമാധാനമില്ലാതെ ഇരിക്കാനുള്ള കാരണം അവർക്ക് ഈ അവമതിയും ബഹുമതിയും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന മനുഷ്യരിൽ ഈ കുട്ടി തന്നെ അവമതിയും ബഹുമതിയായിട്ട് രണ്ടായിട്ട് കാണുകയാണ്. സാധാരണ കുട്ടികൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കളയും, മനസ്സ് കൊണ്ട് നടക്കില്ല. അവർക്ക് ഈ കളിക്കുന്ന കാര്യത്തിലായിരിക്കും താല്പര്യം. പക്ഷെ ഇതല്ല, മനുഷ്യരിൽ ആണിത് കാണുക. അവർക്ക് എന്തുണ്ടാവില്ല? പിന്നെ മനസമാധാനം ഉണ്ടാവില്ല. ആ മനസമാധാനം ഇല്ലാത്തതിനുള്ള കാരണം എന്താണ്? അവൻ്റെ ബുദ്ധിമോശം തന്നെയാണ്. ശരിക്ക് ചിന്തിക്കാതെ കൊണ്ടാണ്. കാരണം അവ സംഭവിക്കുന്നത് അവരവരുടെ കർമ്മങ്ങൾ നിമിത്തമാണ്. ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക? അവമതിപ്പും ബഹുമതിയെല്ലാം ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ അവമതി ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇവ മടി കയറിയിരിക്കാൻ പോയതുകൊണ്ടാണ്. അത് ബുദ്ധിമോശമാണ്. ആ ബുദ്ധിമോശം കാര്യം മനസ്സിലാകാതെ മടി കയറാൻ പോയതുകൊണ്ടാണ് ഈ അവമതിപ്പും ബഹുമതിയെല്ലാം ഉണ്ടാകുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് സുഖവും ദുഃഖവും, മനസ്സിന് ദുഃഖങ്ങളും എല്ലാം, മനസമാധാനം ഇല്ലായ്മയെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്തുകൊണ്ട് തന്നെയാണ്? നമ്മളെ പ്രവൃത്തിയുടെ ഫലമായി. ഒരു പ്രവൃത്തിയും അതിന് രണ്ടിലൊരു ഫലം ഉണ്ടാകണം. ഒന്നിക്ക് അവമതി ഉണ്ടാവും, അല്ലെങ്കിൽ ബഹുമതി ഉണ്ടാകും. എൻ്റെ 29 പറയുകയാണ്, അതിനാൽ ബോധവാനായ മനുഷ്യൻ
ഈശ്വര സങ്കല്പത്തെ കണ്ടറിഞ്ഞു. ഇതെല്ലാം ഈശ്വര നിശ്ചയപ്രകാരമാണ് നടക്കുന്നത്. അത് കണ്ടറിഞ്ഞിട്ട് അതിലേക്ക് തിരിയണം. അപ്പം ഇതെല്ലാം ഈശ്വര നിശ്ചയമാണ്. ആ ഈശ്വര നിശ്ചയത്തിനനുസരിച്ച് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം നമ്മൾ ഈ വഴിയിലൂടെയെല്ലാം പോകാൻ വിധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അത് കണ്ടറിഞ്ഞിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നീക്ക് സന്തുഷ്ടി ലഭിക്കും. എൻ്റെ 30 പറയുകയാണ്, അതിനാൽ മാതാവ് നീക്ക് പറഞ്ഞു തന്ന വഴി, എന്നാൽ മാതാവ് ഉപദേശിച്ചു തന്ന വഴി അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. കാരണം ആ മാർഗമാകട്ടെ സാധാരണക്കാരിൽ പോലും പ്രയാസകരമാണ്. സാധാരണക്കാർക്ക് അതൊന്നും എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. നാരദൻ പറയുകയാണ്, സാധാരണക്കാരനൊന്നും അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. കാരണം അത്തരം ആരാധന വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. ഇനി 31 ആ മാർഗത്തെ മനനശീലരായ ഋഷികൾ പോലും ആ മാർഗത്തെ അവലംബിച്ചിട്ട് എത്രയോ ജന്മങ്ങൾ എടുത്തതിൻ്റെ ശേഷവും അവർക്ക് കാര്യങ്ങൾ അതിനെ അറിയാൻ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ആ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ പ്രാപ്തി നേടാൻ പറ്റിയിട്ടില്ല. ഋഷികൾക്ക് ഇതെല്ലാം അറിയാം. അവർ എത്രയോ ജന്മങ്ങൾ ഋഷികളായിട്ട് ജനിച്ചിട്ട് അതിന് ശ്രമിച്ചിട്ടും അവർക്ക് അത് നേടാൻ പറ്റാത്ത ഒരു മാർഗമാണ് അത്. പിന്നെ സാധാരണക്കാരൻ്റെ കാര്യം പറയണം, പിന്നെ നിൻ്റെ ഈ കുട്ടീൻ്റെ കാര്യം പറയണം. അതിനാൽ നിന്റെ പിടിവാശി വിട്ടേക്കും. നല്ലതിനുള്ള നല്ല സമയം വരുമ്പോൾ നീ പ്രയത്നിച്ചോളൂ. അതിനുള്ള സമയം എത്തുമ്പോൾ നീ പ്രയത്നിച്ചോ. ഇപ്പം നീ ചെറിയ കുട്ടിയാണ്, എനിക്കിത് പറ്റിയ പരിപാടിയല്ല. അതുകൊണ്ട് നീ അതിനുള്ള സമയം എത്തുമ്പോൾ നീ പ്രയത്നിച്ചോളൂ. അതുകൊണ്ട് 33 പറയുകയാണ്, മനുഷ്യർക്ക് സുഖദുഃഖ സമയത്ത് സുഖം ഉണ്ടാകുമ്പോഴും ദുഃഖം ഉണ്ടാകുമ്പോഴും യാതൊന്നാണോ ഈശ്വരനാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ഈശ്വരൻ എന്താണോ കൽപ്പിച്ചു തന്നിരിക്കുന്നത്, ആ മനുഷ്യൻ അതുകൊണ്ട് മനസ്സിനെ സന്തോഷിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? മോഹാന്തകാരത്തിൽ നിന്നും മറുകര കടക്കാം. എനിക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നെല്ലാം മറുകര കടക്കാൻ പറ്റും. അതിനെന്ത് വേണം? 34 തന്നേക്കാൾ ഉയർന്നവനെ കാണുമ്പോൾ സന്തോഷിക്കണം. എളുപ്പ പരിപാടിയാണ്. തന്നേക്കാൾ ഉയർന്നവനെ കാണുമ്പോൾ സന്തോഷിക്കുക. അതായത് ഉത്തമനെ കണ്ടപ്പോൾ നീ സന്തോഷിച്ചാൽ മതിയാണ്. അവന് മടിയിലിരിക്കാൻ സാധിച്ചു, എനിക്ക് പറ്റിയില്ല, അവന് സാധിച്ചു. അപ്പോൾ അതിൽ സന്തോഷിക്കുക. പിന്നെ എന്ത് വേണം? ഗുണം കുറഞ്ഞവനെ കാണുമ്പോൾ അനുകമ്പ ഉണ്ടാകണം. ആർക്കെങ്കിലും അതിന് കഴിവില്ല എന്ന് കാണുമ്പോൾ നമുക്ക് അനുകമ്പ ഉണ്ടാകണം. എന്നാൽ സമ ലെവലിലുള്ളവരെ കാണുമ്പോൾ ഫ്രണ്ട്ഷിപ്പും ആകാം. അങ്ങനെയുള്ള മനസ്ഥിതിയായിട്ട് നീ കഴിയുകയാണെങ്കിൽ താപങ്ങളാൽ പീഡിപ്പിക്കപ്പെടുകയില്ല. ഇതെല്ലാം കേട്ടപ്പോൾ 35 ധ്രുവൻ പറയുകയാണ്, ധ്രുവൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, എന്നെ പോലെ വിജ്ഞാനമുള്ള, അതായത് ജ്ഞാനമൊന്നും ഇല്ലാതെ എനിക്ക്, കുട്ടിയല്ലേ, വലിയ ജ്ഞാനമൊന്നും നേടിയിട്ടില്ല, കഴിയുന്നവർക്ക്, അങ്ങനെയുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ള ശാന്തി മാർഗത്തെ അങ്ങ് ഉപദേശിച്ചു തന്നു. വളരെ ഭംഗിയായിട്ട് തന്നെ അങ്ങ് വഴിയല്ല എനിക്ക് നമ്മളെപ്പോലെയുള്ള ബുദ്ധി കുറഞ്ഞ മനുഷ്യർക്ക് അങ്ങ് ഉപദേശിച്ചു തന്നു. അത് നല്ല കാര്യം തന്നെ. ഇത് 36 പറയുകയാണ്, എങ്കിലും അതിനിഷ്ഠൂരമായ ക്ഷത്രിയ സ്വഭാവത്താൽ മനസ്സൊരുക്കമില്ലാത്ത എനിക്ക്, ഞാനൊരു ക്ഷത്രിയനാണ്. ക്ഷത്രിയർക്കുള്ള ഏറ്റവും മോശമായ കുഴപ്പം, അവർക്ക് ഈ നിഷ്ഠൂരമായ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അത് മനസ്സിലൊതുക്കുവാനുള്ള കഴിവ് ഇല്ല. കുട്ടിയായ എനിക്കത് തീരെ ഇല്ല. അതുകൊണ്ട് എനിക്ക് സുരുചിയുടെ ദുർവചനങ്ങളാകുന്ന അമ്പുകൾ ഏറ്റ്, സുരുചി എന്ന ആ
സ്ത്രീയുടെ വാക്കുകൾ, ദുർവചനങ്ങൾ അമ്പുകളെ പോലെ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുറിവേറ്റിരിക്കുന്ന എൻ്റെ ഈ ഹൃദയത്തിൽ മുറിവേറ്റിരിക്കുന്ന എനിക്ക് ഈ വചനങ്ങളൊന്നും ദഹിക്കുന്നില്ല എന്ന് പറയുകയാണ്. പറഞ്ഞ കാര്യമല്ല നല്ലത് തന്നെ, പക്ഷേ ഞാനിങ്ങനെ മുറിവേറ്റിട്ട് ഹൃദയമായിട്ടിരിക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം തന്നെ ക്ഷത്രിയ സ്വഭാവമാണ്. അതുകൊണ്ട് അതൊന്നും അങ്ങ് യേശില്ല. അതുകൊണ്ട് 37 പറയുകയാണ്, അതിനാൽ എൻ്റെ പൂർവികന്മാർ പോലും അനുഷ്ഠിക്കാൻ പറ്റാത്ത 3 ലോകങ്ങളിലും വെച്ച് ഏറ്റവും ഉന്നതി പ്രാപിക്കുവാൻ അവസരം നേടുന്ന ആ മാർഗം എനിക്ക് ഉപദേശിച്ചു തന്നാൽ. അപ്പോൾ എന്ത് വേണം? എൻ്റെ പൂർവികന്മാർക്കും എനിക്കല്ല ചെയ്യാൻ പറ്റാത്തതും 3 ലോകങ്ങളും വെച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുവാൻ ഉതകുന്നതുമായ ഒരു മാർഗം അങ്ങ് ഉപദേശിച്ചു തരണം. അപ്പം 38 പറയാണ്, അങ്ങ് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചവാണ്. അങ്ങ് ലോകത്തിൻ്റെ ഉന്നതനായി, കാരണം അങ്ങ് ഉപദേശിക്കാൻ കഴിവുള്ളവനാണ്. കാരണം ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് വന്നതാണ്. അതുമാത്രമല്ല, സൂര്യൻ ലോകത്തെ പരിപാലിക്കാൻ വേണ്ടി ചുറ്റി സഞ്ചരിക്കുന്നത് പോലെ അങ്ങ് 3 ലോകങ്ങളിലും ഗുണം ഉദ്ദേശിച്ചുകൊണ്ട്, ഗുണത്തിനായിക്കൊണ്ട് സൂര്യനെ പോലെ സഞ്ചരിക്കുകയാണ്. അപ്പം 39 മൈത്രേയൻ പറയുന്നു, ആ കുട്ടിയുടെ വാക്കുകൾ കേട്ട് സന്തോഷിച്ച നാരദമുനി പിന്നെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉറച്ച തീരുമാനത്തിലാണ് അവൻ നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ നാരദൻ പറഞ്ഞു 40 അമ്മയാൽ ഉപദേശിച്ചു തന്ന മാർഗത്തിലൂടെ ഏകാഗ്ര മനസ്സോടുകൂടി നിൻ തിരുവടിയെ ധ്യാനിച്ചു കൊള്ളുക. അതുകൊണ്ട് നീ എന്നാൽ പിന്നെ ധ്യാനിച്ച് പോയിക്കോളൂ, അമ്മ പറഞ്ഞ വഴിയിലൂടെ പോയിക്കോളൂ. എൻ്റെ 41 പറയുന്നു, യാതൊരവൾ പുരുഷാർത്ഥങ്ങൾ ആഗ്രഹിക്കുന്നുവോ. അപ്പം ഇത് ഭൗതിക ലോകത്തിലുള്ള കാര്യമാണ്, ആത്മീയ ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ളതല്ല. ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ളതാണ്. ഭൗതിക സുഖങ്ങൾ ഏതിലൊക്കെയാണ് ഉണ്ടാവുക? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷത്തിലൂടെ. അപ്പം ഈ 3 പുരുഷാർത്ഥങ്ങളിൽ ഏതെങ്കിലും നേടുവാൻ വേണ്ടി ശ്രമിക്കുന്ന പുരുഷന്മാർ അവർക്കുള്ള ഉചിതമായ മാർഗമാണ് ശ്രീ വാസുദേവൻ്റെ പാദഭജനം. അപ്പം ആ ശ്രീഹരിയെ ഭജിക്കുക എന്നത് തന്നെയാണ് പുരുഷാർത്ഥങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏകമായ മാർഗം. അതിനാൽ ഉണ്ണിക്ക് നന്മ വരട്ടെ. യമുന നദിയുടെ മധുവനം എന്ന തീരത്തിലേക്ക് പോവുക. യമുനയുടെ നദിയുടെ മധുവനം എന്ന തീരത്തിലേക്ക് പോവുക. അവിടെ ശ്രീഹരിയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് അവിടെ പോയിട്ട് തപസ് ചെയ്തുകൊള്ളുക. പിന്നെ 43, 44 പറയുകയാണ്, ആ നദിയിൽ 3 നേരം കുളിക്കുക. തനിക്കാവുന്ന, കാരണം കുട്ടിയുണ്ട്, തനിക്കെന്തെന്നാ പറ്റുന്ന ആ തരത്തിലുള്ള ദൈവിക കാര്യങ്ങൾ ചെയ്ത ശേഷം സ്വസ്തികാസനങ്ങളുണ്ട്. അതിലിരുന്നു കൊണ്ട് പൂരകം, കുംഭകം, രേചകം, അതായത് ശ്വാസം എടുക്കുക, വിടുക, പിടിച്ചു നിർത്തുക, വിടുക എന്നിയുള്ള പ്രാണായാമങ്ങൾ ചെയ്തിട്ട് ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തിക്കൊണ്ട് വാസുദേവനെ മനസ്സുകൊണ്ട് ധാരണം ചെയ്യണം. അപ്പം ചില ആസനങ്ങളിലൂടെയെല്ലാം മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ പറയുകയാണ്. ഇതെല്ലാം ആരോടാണ്? ഭൗതികവാദികൾക്കുള്ളതാണ്. മറ്റുള്ളവർക്കെല്ലാം എല്ലാം വിരക്തി വന്നവനാണ്. ഇവന് പുരുഷാർത്ഥങ്ങളിൽ ഏതെങ്കിലും നേടാൻ വേണ്ടിയുള്ളത്. അപ്പം നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്കുള്ള വഴിയാണ് പറയുന്നതെങ്കിലും ഇത് സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട ധ്രുവനക്ഷത്രത്തിൻ്റെ കാര്യമാണ്. പ്രപഞ്ച സൃഷ്ടിയായിട്ട് നമ്മളതിൻ്റെ അകത്ത് അങ്ങനത്തെ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇത് പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കഥയാണ്.
എന്നിട്ട് 45 മുതൽ 50 വരെ പറയാണ്, എല്ലായ്പ്പോഴും പ്രസാദത്തിന് തയ്യാറായി നിൽക്കുന്ന, പ്രസാദിക്കാൻ എല്ലാവർക്കും വേണ്ടി പ്രസാദിക്കാൻ നിൽക്കുന്ന ശ്രീഹരിയുണ്ട്, തെളിവുള്ള തിരുമുഖം. അപ്പോൾ ആ ശ്രീഹരിയുടെ വർണ്ണന പിന്നെ എടുത്തു പറയുകയാണ്, അത് വിട്ടുവിട്ടാണ് ഇവിടെ പറയുന്നത്. തെളിമയുള്ള തിരുമുഖം, അഴകുള്ള നാസിക, മനോഹരമായ പുരികക്കൊടി, സുന്ദരമായ കവിൾത്തടം, ദേവന്മാരിലും ഏറ്റവും ശോഭയുള്ളവൻ, കൗസ്തുഭരക്തം ദ്രവിച്ചവൻ, ഇങ്ങനെയുള്ള രൂപത്തിൽ ശ്രീഹരിയെ മനസ്സിൽ ധരിച്ചുകൊണ്ട്, ആ സുന്ദരമായ രൂപത്തിൽ ധരിച്ചുകൊണ്ട് ധ്യാനിക്കണം. എന്നിട്ട് 51 ഏകാഗ്രമായ മനസ്സോടെ എന്തു വേണം? കാരുണ്യത്തോടെയും കടാക്ഷത്തോടുകൂടിയും നിൽക്കുന്ന, മന്ദഹാസത്തോടുകൂടി നിൽക്കുന്ന ആ രൂപത്തെ ധ്യാനിക്കുക. ആ കടാക്ഷരം കൊണ്ട് മന്ദഹസിച്ചുകൊണ്ട് കടാക്ഷ രൂപത്തിൽ നിൽക്കുന്ന ആ രൂപത്തെ, സുന്ദരമായ രൂപത്തെ ധ്യാനിക്കുക. അപ്പോൾ മനസ്സ് എന്താവും? ബാഹ്യ വിഷയങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞിട്ട് അതിൽ തന്നെ ലയിക്കും. എന്നിട്ട് 53 പറയുന്ന അതിനുള്ള ഒരു മന്ത്രവും പറയാം. 7 നാൾ തികച്ചും ഇത് വിടാതെ ജപിച്ച, 7 നാൾ ഇത് വിടാതെ ജപിച്ചുകൊണ്ടിരുന്ന 7 ദിവസം ആകാശചാരികളെ കാണാം. ആകാശത്തോടെ സഞ്ചരിക്കുന്ന ദേവതകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയുകയാണ്. എന്നിട്ട് 54 പറയുന്നു, ദേശകാലങ്ങളുടെ വിശേഷ ജ്ഞാനമുള്ള വിവേകി ദേശവും കാലത്തിനെയും അനുസരിച്ച് വിശേഷ ജ്ഞാനമുള്ള. അപ്പോൾ നമ്മൾ ഭൗതിക ലോകത്തിൽ ഓരോ ദേശത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചുമാണ് ജീവിക്കുന്ന. നമ്മൾ സർവ ഐശ്വര്യാദി ഗുണങ്ങളോട് കൂടിയ വിശുദ്ധനായ ത്രിഗുണത്തിൽ പ്രകാശിക്കുന്ന ആനന്ദമൂർത്തിക്ക് നമസ്കാരം എന്ന അർത്ഥം വരുന്ന ആ മഹാമന്ത്രമാണ് ചൊല്ലാൻ പറയുന്നത്. ഓം നമോ ഭാഗവതേ എന്നുള്ള ആ മന്ത്രം ചൊല്ലിക്കൊടുത്തു. അതിൻ്റെ ശേഷം അതിൻ്റെ അർത്ഥവും ഏകദേശം വിഷ്ണുവിനെ എല്ലാ ലോകത്തിനെയും നിയന്ത്രിക്കുന്ന കർത്താവ് എന്ന നിലയിൽ ആ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ലോകത്തിനും ഗുണങ്ങൾ പ്രദാനം ചെയ്യാൻ നിൽക്കുന്ന വിശുദ്ധനായ ആ പരമാത്മാവിനെ ധ്യാനിക്കുന്ന ആ മന്ത്രവും പറഞ്ഞു കൊടുത്തു. അത് 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ ചൊല്ലിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യം സാധിക്കുന്നതാണ്. ആകാശത്തിൽ ചലിക്കുന്ന ദേവതകളെയെല്ലാം കാണാൻ പറ്റുന്നതാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 55 പരിശുദ്ധമായ ജലം, പുഷ്പമാല്യം, ഫലമൂലാദികൾ, കറുക, വൽക്കല വസ്ത്രം, തുളസി എന്നിവ കൊണ്ട് വാസുദേവമൂർത്തിയെ ആരാധിക്കുക എന്ന് പറയുന്നത്. ഇവിടെ ജലം, പുഷ്പം എന്നെല്ലാം പറയുമ്പോൾ പുഷ്പം ആകാശമാണ്, ജലം ജലമാണ്. ഇപ്പോൾ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് മനുഷ്യർ കർമ്മങ്ങൾ ചെയ്യുന്നത്. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മൾ ആഹൂതി അർപ്പിക്കേണ്ടത്. അതെല്ലാം ഭൗതിക ലോകത്തിലുള്ളവർക്ക് ഈ വസ്തുക്കളെല്ലാം അവരെ രക്ഷിക്കുന്നത്. ഇവിടെ ഈ പഞ്ചഭൂതങ്ങളെ പറയാൻ തന്നെ കാരണം നമ്മളെ രക്ഷിക്കുന്നത് ആ ഭഗവാൻ ഈ പഞ്ചഭൂതങ്ങളായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് ദാഹം വരുമ്പോൾ നമ്മൾ ദാഹമായിട്ടുന്നത് ജലമാണ്, ജലദേവതയാണ്. ഇതെല്ലാം ദേവതകളാണ്, ഈശ്വരനല്ല. നമ്മളെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന ആകാശമാണ്, അതാണ് പുഷ്പമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ഗുണം നൽകുന്നതും ഈ ലോകത്തിലുള്ള വസ്തുക്കളാണ്. നമ്മൾ ഈ ലോകത്തിലുള്ള വസ്തുക്കളിലുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം ഭൗതികവാദികൾക്ക് ഈ ആരാധിക്കാൻ പറ്റിയ ഈ വസ്തുക്കളെ തന്നെയാണ്, അതിനെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. അതൊന്നും ഈശ്വരനല്ല. നമുക്ക് വീട് വെക്കണ്ടെങ്കിൽ കല്ലും മണ്ണും എല്ലാം കിട്ടണം, അതിനുള്ള പണം കിട്ടണം. ഇതെല്ലാം ദേവതകളാണ്. നമുക്ക് ദാഹം വരുമ്പോൾ
ദാഹം തീർക്കുന്നത് ഭക്ഷണമാണ്. അത് ദേവതയാണ്. നമുക്ക് വിശപ്പുണ്ടാകുമ്പോൾ നമ്മുടെ വിശപ്പ് മാറ്റുന്നത് ഭക്ഷണവും ഫലമൂലാദികളുമെല്ലാമാണ്. അവയെല്ലാം ദേവതകളാണ്. അപ്പം ആ ദേവതകളെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. കല്ലിനും മണ്ണിനും എല്ലാം തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. നമുക്ക് ബ്രഹ്മസാക്ഷാത്കാര ആത്മീയതയൊന്നും അല്ല വേണ്ടത്. നമുക്ക് വേണ്ട ജീവിച്ച് സുഖിച്ച് പോകണം. സ്ഥാനമാനങ്ങൾ വേണം. ആർക്കും ഈ ധ്രുവനും അത് തന്നെയാണ് വേണ്ടത്. അപ്പം ഭൗതികവാദികൾക്ക് ആരാധിക്കേണ്ട വസ്തുക്കൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ സാധനങ്ങൾ, ഈ മൊബൈലും എല്ലാം തന്നെയാണ്. നമ്മളെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ആയുധ പൂജയെല്ലാം വെച്ചിരിക്കുന്നത്, വിദ്യയെ ആരാധിക്കുന്നത്. ഇതെല്ലാം നമ്മളെ സഹായിക്കുക, അല്ല ഈശ്വരനല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഗുണമൊന്നുമില്ലാതെ, ഒരു ഗുണമില്ലാതെ, ഒന്നും തലയിടാതെ ഒരു കക്ഷിയാണ്. അതിനെ ആരാധിച്ചിട്ട് കാര്യമില്ല. ഇത്തരം വസ്തുക്കളെ ആരാധിക്കാൻ 56 മുതൽ 57 പറയുന്നു, ശില കൊണ്ടോ മറ്റോ ഉള്ള ദേവവിഗ്രഹത്തെ തിരഞ്ഞെടുക്കുക, ഒരു വിഗ്രഹം ഉണ്ടാക്കുക. അപ്പോൾ ദേവവിഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിബിംബം ഉണ്ടാക്കിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിൽ തെറ്റില്ല. അത് ഈശ്വരനല്ല. അപ്പം വിഗ്രഹാരാധന എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ സഹായിക്കുന്ന വസ്തുക്കളെ ആരാധിക്കുക. നമ്മൾ കാട്ടിനെ ആരാധിക്കണം, ജലത്തെ ആരാധിക്കണം, ഭക്ഷണത്തെ ആരാധിക്കണം, ഭൂമിയെ ആരാധിക്കണം, ആകാശത്തെ ആരാധിക്കണം, എല്ലാം ആരാധിക്കണം. കാരണം നമ്മുടെ നിലനിൽപ്പ് അതിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ ബിംബമുണ്ടാക്കിയിട്ട് ആരാധിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ബിംബം ഉണ്ടാക്കുന്നതിനും കുഴപ്പമില്ല. എന്നിട്ട് എന്ത് പറയുന്നു? ആ വിഗ്രഹത്തിൽ അർച്ചന ചെയ്യുക. അർച്ചന ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വസ്തു നേടുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണോ അതെല്ലാം അർച്ചിക്കുക. ഉദാഹരണമായിട്ടൊരു ഭക്ഷണത്തിൽ നമുക്ക് വിശപ്പാണെങ്കിൽ വിശപ്പിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ആ വിശക്കുന്ന വിഗ്രഹത്തിന് അരിയും വെള്ളവും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വേണ്ട തരത്തിൽ ഭക്ഷണമാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് കഴിച്ചാൽ വിശപ്പ് തീരും. വെള്ളമാണെങ്കിൽ വെള്ളം അർച്ചിപ്പിച്ചാൽ മതി. ആർക്കർപ്പിച്ചാൽ നമ്മൾ തന്നെ വെള്ളം എടുത്ത് കുടിച്ചാൽ മതി. വെള്ളത്തിൻ്റെ പടം എടുത്തിട്ട് വെള്ളത്തിലിട്ട് കൊടുത്തോളൊന്നും കാര്യമില്ല. ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ആരാധനയാണ്. ഇവൻ മനസ്സുകൊണ്ട് ഇവനങ്ങനെ ഒന്നും അർപ്പിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇവന് ഉയർന്ന സ്ഥാനം കിട്ടേണ്ടത്. അപ്പോൾ എന്തെന്ന് എടുത്താൽ അപ്പോൾ സ്ഥാനത്തിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് എനിക്കിത് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യുക. അതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യുമ്പോഴാണ് നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. അല്ലാതെ ബിംബമൊന്നും തരാൻ പോകുന്നുള്ളൂ. നമ്മൾ മനസ്സിൽ അതിൽ തന്നെ അർപ്പിച്ചുകൊണ്ട്, ബിംബം ആദ്യം ഒരു തുടക്കത്തിന് വേണ്ടിയാണ്. പിന്നെ നമ്മൾ അതിനുകൊണ്ട് മാനസികമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ശരീരം കൊണ്ട് ശ്രമിക്കണം, എങ്കിലേ കാര്യം നേടുകയുള്ളൂ. അപ്പം ഇവിടെ ഒരു കഥരൂപത്തിൽ, ഒരു ബിംബരൂപത്തിലെല്ലാം പറഞ്ഞു തരുന്നതേ ഉള്ളൂ. എന്നിട്ട് എന്ത് വേണം? അതിനെ അർച്ചന ചെയ്യണം. നിയന്ത്രിതമായ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങണം. വചസ്സും ശമഗുണവും എന്നിവയോടുകൂടി ഇരിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യം നേടാൻ വേണ്ടിയായിട്ട് നമ്മൾ നീങ്ങണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാൻ, എങ്ങനെയുള്ള ഭഗവാൻ? ചിന്തിച്ചറിയാൻ വയ്യാത്ത തൻ്റെ യോഗമായ നമുക്ക് അതിനെ തൻ്റെ യോഗമായ കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്ത് പറ്റും? തന്നിഷ്ടപ്രകാരം സ്വീകരിക്കാൻ, അതിൻ്റെ ഇഷ്ടപ്രകാരം അതെന്തൊരു അവതാരമാണോ സ്വീകരിക്കാൻ പോകുന്നത്, അവതാര രൂപത്തിലാണല്ലോ പ്രത്യക്ഷപ്പെടേണ്ടത്. ആ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇരിക്കണമെന്ന് പറയാണ്. ഇന്ന രൂപത്തിൽ, ഏത് രൂപത്തിലാണോ മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടത് ആ ഒരു അവതാര രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് കഴിയണം. ഇതിൻ്റെ 58 പൂർവികർ അനുഷ്ഠിച്ചതായ ആചാരങ്ങൾ
നമ്മളെ പൂർവികർ എന്തായാലും ഇതേമാതിരി അനുഷ്ഠിച്ചിട്ടുണ്ടാവും. അതിൽ പറ്റുന്നതെല്ലാം അതേ സമ്പ്രദായങ്ങൾ ഓരോന്നും മന്ത്രത്തോടുകൂടി നിർവഹിക്കുക. ആ സമ്പ്രദായങ്ങളെല്ലാം പൂർവികരുടെ എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള തരത്തിൽ തന്നെ നീയും ആചരിക്കുക. മന്ത്രത്തോടുകൂടി അവരെന്തെങ്കിലും മന്ത്രം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ മന്ത്രത്തോടുകൂടി. ഇത് 59 മുതൽ 60 വരെ പറയുന്നു. ഇത്തരത്തിൽ സർവേശ്വരൻ സേവിക്കപ്പെടുമ്പോൾ അത്തരത്തിൽ നീ അതിനെ ഉപാസിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഭക്തി നൽകിക്കൊണ്ട് ശരീരാദികൾക്ക് ഏതൊരു പുരുഷാർത്ഥം ഇച്ഛിക്കുന്നുവോ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യലാഭത്തിന് വേണ്ടി എന്തൊരു പുരുഷാർത്ഥങ്ങളാണ് ഇച്ഛിക്കുന്നത് അത് സാധിപ്പിച്ചു തരും. എന്ത് പുരുഷാർത്ഥങ്ങൾ? ധർമ്മമാ, പണത്തിന് വേണ്ടിയാണോ, ധർമ്മത്തിന് വേണ്ടിയാണോ, അർത്ഥത്തിന് വേണ്ടിയാണോ, കാമത്തിന് വേണ്ടിയാണോ, മോക്ഷത്തിലേക്ക് വേണ്ടിയിട്ട് അതും ആകാം. എന്താണോ ആഗ്രഹിച്ച് നീ തപസ് ചെയ്യുന്നത് ആ എനിക്ക് സാധിക്കും. അതേസമയം ഇന്ദ്രിയാനുഭവത്തോടു കൂടിയ ആസക്തിയോടുകൂടി അല്ലാതെ വേണം ഭഗവാനെ ധ്യാനിക്കുക. നമ്മൾ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തോടുകൂടി ധ്യാനിക്കരുത്. നിന്റെ ഉദ്ദേശം സാധിക്കാൻ വേണ്ടി ധ്യാനിക്കാം, പക്ഷേ ഇന്ദ്രിയത്തിലെ ആസക്തി വെച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തിക്കൊണ്ട് തന്നെ വേണം ചെയ്യുക. ഇത് 62 പറയുന്നു. ഇത്തരത്തിൽ ഉപദേശിക്കപ്പെട്ട രാജകുമാരൻ രാജകുമാരൻ ഇങ്ങനെയല്ല ഉപദേശിച്ചു. ആര്? നാരദൻ. അപ്പൊ എന്ത് ചെയ്തു? അവൻ നാരദ മുനിയെ 3 പ്രദക്ഷിണം ചെയ്ത ശേഷം മധുവനത്തിലേക്ക്, അദ്ദേഹം പറഞ്ഞ വനത്തിലേക്ക് പോയി. 63 പറയുകയാണ്, ആ ധ്രുവകുമാരൻ തപോവനത്തിൽ പോയതിനു ശേഷം അന്തഃപുരത്തിലേക്ക് ആര്? ഈ നാരദൻ കടന്നു ചെന്നു. എൻ്റെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന ശേഷം അപ്പം രാജാവ് പിടിച്ച് സൽക്കരിച്ചെല്ലാം ഇരുത്തിയതിൻ്റെ ശേഷം അദ്ദേഹം പറഞ്ഞു, അങ്ങ് 64 പറയുകയാണ്, അങ്ങ് വാടിയ മുഖത്തോടു കൂടിയാണല്ലോ ഇരിക്കുന്നത്. കാമം, ധർമ്മം, ധർമ്മം, അർത്ഥം, കാമം, ഈ 3 ഗുണങ്ങളോട് 3 കാര്യങ്ങൾ അദ്ദേഹം ധർമ്മം, അർത്ഥം, കാമാണ്. മോക്ഷം അദ്ദേഹം പുരുഷാർത്ഥങ്ങൾ 4ആണ്. ധർമ്മം, ധർമ്മത്തിനനുസരിച്ച്, കാമത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ മോക്ഷം അതില്ല. ധർമ്മം, അർത്ഥം, കാമം, ഈ 3നും ഉള്ള ആഗ്രഹങ്ങളോട് കൂടിയിരിക്കുന്ന അതിൽ അധിഷ്ഠിതമായിട്ടാണ് രാജാവാണ് ഇതെല്ലാം സാധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങേക്ക് ദുഃഖമൊന്നും ഇല്ലല്ലോ, ഈ 3മായിട്ട് ബന്ധപ്പെട്ട ഒരു ദുഃഖമൊന്നും ഇല്ലല്ലോ, ഉണ്ടാകാൻ വഴിയില്ലല്ലോ, എന്നിട്ടും അത് ദുഃഖമായിട്ടാണ് ഇരിക്കുന്നത്. രാജാവിനെ സംബന്ധിച്ചിടത്തോളം ധർമ്മം, അർത്ഥം, കാമം ഇതിനു വേണ്ടിയിട്ട് ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അങ്ങേര് ദുഃഖിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ വിഷയം കൊണ്ടൊന്നുമല്ല, വേറെന്തോ കാര്യം കൊണ്ടാണ് ദുഃഖിക്കുന്നത് എന്ന് പറയുന്നു. ഇപ്പം രാജാവ് 65 പറയുകയാണ്, ഞാൻ ശ്രീലംപടനായ മലിന മനസ്സോടുകൂടിയ എന്നിൽ നല്ല മനസ്ഥിതിയുള്ള ക്രാന്തദർശിയായ 5 വയസ്സ് മാത്രമുള്ള മകൻ അമ്മയോടൊപ്പം ഇറക്കി അയക്കപ്പെട്ടിരിക്കുകയാണ്. എന്നൊക്കെ രാജാവ് അവസ്ഥ പറയുകയാണ്. ശ്രീലംബടനായതുകൊണ്ടും മലിന മനസ്സോടു കൂടിയിരിക്കുന്നത് കൊണ്ടും ഞാൻ ആ കാരണം കൊണ്ട്, അതിൻ്റെ ഫലമായ പ്രവൃത്തി കൊണ്ട് ഏറ്റവും മഹത്വപൂർണമായ നല്ല മഹത്വമുള്ള കുട്ടിയാണ്, ക്രാന്തദർശിയാണ്, 5 വയസ്സേ പ്രായമുള്ളൂ. ആ കുട്ടി അമ്മയും വിട്ടിട്ട് ഇറങ്ങി അയക്കപ്പെട്ടു, അമ്മയോടൊപ്പം ഇറക്കി അയക്കപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കാട്ടിൽ വിശന്നും തളർന്നും എൻ്റെ ഓമന മകൻ എന്ത് ചെയ്യായിരിക്കും? ഇപ്പം കാട്ടിൽ വാടി കരിഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരിക്കും. അവനെ ചെന്നായ്ക്കൾ പിടിച്ചു തിന്നാതിരിക്കുമോ?
ചെന്നായ്ക്കൾ പിടിച്ച് ഭക്ഷിക്കുമോ എന്നുള്ള ശങ്കയിലാണ് നാരദനോട് പ്രകടിപ്പിക്കുന്നത്. ഇത് 67 പറയാണ്, ശ്രീജിതനായ എൻ്റെ ദുർമനസ്സിൻ്റെ ഉടമസ്ഥനായ ഞാൻ, വലിയ അസ്വസ്ഥായ ഞാൻ, മടിയിലിരിക്കാൻ ആഗ്രഹിച്ച കുഞ്ഞിനെ താലോലിച്ചില്ല. അപ്പോൾ നാരദൻ പറയുകയാണ്, രാജാവെ അങ്ങനെ മഹാനായ മകനെ പറ്റി വലിയ ഒരു മനുഷ്യനാണ്, അവനെപ്പറ്റി കുറിച്ച് ഒട്ടും വ്യസനിക്കേണ്ട ആവശ്യമില്ല, അവനെപ്പറ്റി അങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ കീർത്തി ലോകം മുട്ടേ വളർന്നുകൊണ്ടേയിരിക്കും. 69 പറയാണ്, സമർത്ഥനായ അവൻ ഇന്ദ്രാദി ദിക്പാലകർക്ക് കൂടി നേടുവാൻ കഴിയാത്ത പ്രവൃത്തി ചെയ്തിട്ട്, ഇന്ദ്രനും ബാക്കിയുള്ള ദിക്പാലകർക്ക് കൂടിയും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തി ചെയ്തിട്ട് അങ്ങയുടെ കീർത്തി വളർത്തിക്കൊണ്ട് തന്നെ തിരിച്ച് വരും. അങ്ങനെ 70 മൈത്രേയൻ ഉത്താനപാദ മഹാരാജാവ് നാരദൻ്റെ ഈ പ്രവചനെല്ലാം കേട്ട ശേഷവും, നാരദനെത്താത്ത സ്ഥലമുണ്ടല്ലോ ഇല്ലല്ലോ, രാജാവിൻ്റെ മനസ്സിൽ നാരദന് എന്നിട്ട് പറഞ്ഞതെല്ലാം കേട്ടിട്ട്, ഇതെല്ലാം കേട്ടിട്ട് ഈ പ്രവചനം കേട്ടിട്ടും അദ്ദേഹത്തിന് രാജാശ്വര്യങ്ങൾ, രാജാവെന്ന നിലയിലുള്ള ഐശ്വര്യങ്ങളെല്ലാം ഓർക്കാൻ പോലും പറ്റാതെ, ഇതേ രാജ്യഭരണത്തിൽ തന്നെ താല്പര്യം നശിച്ചുകൊണ്ട് വളരെ ദുഃഖിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഇനി ധ്രുവനെ പറ്റി പറയുകയാണ്. അവൻ യമുനാ നദിയുടെ അടുത്ത് പോയിട്ട് കുളിച്ചിട്ട് രാത്രി ഉപവസിച്ച ശേഷം നാരദൻ പറഞ്ഞ പ്രകാരം ശ്രീ വാസുദേവനെ ഭജിച്ച് ഇരിക്കുവാൻ തുടങ്ങി. എന്നിട്ട് പറയുകയാണ് 72 ആദ്യത്തെ 1 മാസം 3 ദിവസം ഇടപെട്ടിട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ശരീരം നിലനിൽക്കാൻ വേണ്ടി മാത്രം പഴങ്ങളും ലന്തപ്പഴവും എല്ലാം കഴിച്ചിട്ട് 1 മാസത്തോളം ശ്രീഹരിയെ ഭജിച്ചുകൊണ്ട് 1 മാസത്തോളം കഴിച്ചു കൂട്ടി. 73 പറയുന്നു, 2ാമത്തെ മാസം 6 ദിവസം കൂടുമ്പോൾ ഉണക്കപ്പുല്ലും ഇലകളും മാത്രം ഭക്ഷിച്ചുകൊണ്ട് ശ്രീഹരിയെ ഭജിച്ചുകൊണ്ട് 2ാമത്തെ മാസം കഴിച്ചു കൂട്ടി. 74 പറയുന്നു, 9 ദിവസം കഴിയുമ്പോൾ മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട്, അത് ഇപ്പോൾ എന്തെങ്കിലും കഴിക്കും, വെള്ളം മാത്രമേ കഴിക്കൂ. അപ്പോൾ 1ാമത്തെ മാസം പഴങ്ങൾ, 2ാമത്തെ മാസം ഉണക്കപ്പുല്ലെല്ലാം, 3ാമത്തെ മാസമാകുമ്പോഴേക്ക് അതും 9 ദിവസം വെച്ച് കഴിയുമ്പോഴേ കഴിക്കുള്ളൂ. അപ്പോൾ വെള്ളം മാത്രമേ കഴിക്കൂ. അങ്ങനെ 3ാമത്തെ മാസം കഴിച്ചു. 4ാമത്തെ മാസമായപ്പോൾ 12 ദിവസം കഴിയുമ്പോൾ മാത്രം വായു മാത്രം ശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തു ശ്രീഹരിയെ ഭജിച്ചുകൊണ്ട് ഇരുന്നു. 5ാമത്തെ മാസം മുതൽ 76 പറയുകയാണ്, പ്രാണനെയെല്ലാം അടക്കി. അതുവരെ ശ്വാസം എടുക്കുകയായിരുന്നു, വായു മാത്രം ഭക്ഷിക്കുകയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, പ്രാണനെ, എല്ലാ പ്രാണങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് വിഷ്ണു രൂപത്തെ ധനിച്ചുകൊണ്ട് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. ഇനി 77 പറയുകയാണ്, ഇന്ദ്രിയങ്ങളെല്ലാം നിശ്ചലമാക്കി മനസ്സിനെ എല്ലാ വിഷയങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ട് ഹൃദയത്തെ ശ്രീഹരിയിൽ മാത്രം ഉറപ്പിച്ചുകൊണ്ട് ധ്യാനിച്ചു. ഇത് 78 പറയുകയാണ്, മഹാതത്വങ്ങൾക്ക് ആശ്രയമായ പ്രകൃതി പുരുഷന്മാരെ നിയന്ത്രിക്കുന്നതുമായ സർവേശ്വരനെ ധ്യാനിച്ചപ്പോൾ അങ്ങനെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് സർവേശ്വരനെ ധ്യാനിച്ചപ്പോൾ എന്തു പറ്റി, 3 ലോകങ്ങളും വിറച്ചുപോയി എന്ന് പറയുകയാണ് അവൻ്റെ ഈ തപസ് കൊണ്ട്. എൻ്റെ 79 പറയാണ്, ഒറ്റപാദത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് പാദത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ചൂണ്ടുവിരൽ ഭൂമിയിൽ പതിച്ചപ്പോൾ ഭൂമി മുഴുവൻ അവിടെ ആ സ്ഥലത്ത് കുഴിഞ്ഞുപോയി എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണ് മാറിയിട്ട് അവിടെ കുഴിഞ്ഞുപോയി എന്ന് പറയുകയാണ്. അത്രയും ഗാഠമായ തപസ്. ഇത് 80 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അവൻ പ്രാണനെ നിയന്ത്രിച്ചിട്ട്, പ്രാണനെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്നത്.
എന്നിട്ട് എങ്ങനെ മനസ്സിൽ കണ്ടു? വിശ്വരൂപനെ തന്നിൽ നിന്നും അഭിഭിന്നമായ രീതിയിൽ കണ്ടുകൊണ്ട് ഞാൻ തന്നെയാണ് ബ്രഹ്മം, രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം എന്ന നിലയിൽ മനസ്സിനെ ആക്കിയെടുത്ത ശേഷം അധ്യയനം ചെയ്തതുപോലെ തപസ് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ എന്തു പറ്റി? ലോകപാലകർക്കെല്ലാം ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു എന്ന് പറയുകയാണ്. അവരെല്ലാം ഓടിച്ചേർന്നിട്ട് ശ്രീഹരിയെ സമീപിച്ചു. അവർക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. കാരണം ഇവൻ ശ്വാസത്തെ പിടിച്ചു വെച്ചുകൊണ്ടാണ്, അതുവരെ ശ്വാസം എടുത്തല്ലോ, പിന്നെ ശ്വാസത്തെയും പിടിച്ച് അവൻ തപസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ലോകപാലകർക്കെല്ലാം ശ്വാസം മുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെല്ലാം ശ്രീഹരിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പം 81 പറയുകയാണ്, ദേവന്മാർക്കും ചരാചരങ്ങൾക്കും എല്ലാം ഈ ശ്വാസം മുട്ടലും വീർപ്പുമുട്ടലും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ്. അവരെല്ലാം ഓടിച്ചെന്നിട്ട് വിഷ്ണുവിനോട് ശ്രീഹരിയോട് പറയുകയാണ്, ദേവന്മാരായ ഞങ്ങൾക്ക് എല്ലാ ചരാചരങ്ങൾക്കും വീർപ്പുമുട്ടൽ അനുഭവപ്പെടുകയാണ്, ശ്വാസതടസ്സം പോലും അനുഭവപ്പെടുകയാണ്, എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അങ്ങേ ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുന്നത്, ഞങ്ങളെ ദുഃഖത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിപ്പിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ 82 വിഷ്ണു ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട. കൊടിയ തപസ്സിൽ നിന്നും ഇതിന് കാരണക്കാരനായ ബാലനെ ഞാൻ അവൻ്റെ എന്താണ് വേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ട് സാധിപ്പിച്ച് കൊടുത്ത് അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ സ്ഥാനത്തേക്ക് തന്നെ പോയി കൊടുക്കുക. കാരണം അവൻ മൂലം നിങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം ഉടനെ തന്നെ മാറിക്കിട്ടും. അവനെപ്പോൾ ആരാണെന്ന് വെച്ചാൽ അവൻ എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കഴിയുന്ന ഉത്താരബാലൻ്റെ മകനാണ്, ബാലനാണ്, പുത്രനാണ്. അതുകൊണ്ട് അവൻ എന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, എന്നെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ട്, എന്നിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് തപസ് ചെയ്യുന്ന അവൻ ഉത്താനപാലൻ്റെ പുത്രനാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിഷമമുണ്ടായത്. ഞാനിപ്പം തന്നെ പോയിട്ട് ആ കാര്യങ്ങൾ നിവൃത്തിയാക്കാം, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് ഈ അധ്യായം അവസാനിക്കും.